ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കെൻഡിലാണ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് സൺഡേ ആണ് കേട്ടോ നടത്താറുള്ളത്. കാരണം ഞാനും ബാക്കി ഡേയ്സൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് ഒഴിവെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഉള്ള എൻ്റെ ഒരു തിരക്കുള്ള ഒരു ദിവസമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് കുറേ ഡ്രസ്സുകൾ നമ്മൾ അലക്കി ഉണക്കിയതൊക്കെ ഉണ്ടായിരിക്കും മടക്കി വയ്ക്കാനൊക്കെ. അപ്പോൾ അത് ദിവസം നമ്മൾ മടക്കി വയ്ക്കാറുണ്ട്, എന്നാലും കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ തിരുക്കുട്ടിയുടെയും എൻ്റെയും ചേട്ടൻ്റെ എല്ലാം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ച നൈറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡ്രസ്സുകളൊക്കെ ചേട്ടൻ്റെ ഷെൽഫിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ധ്രുവക്കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടു. ധ്രുവക്കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ അവളുടെ ചെറിയൊരു ഒരു അൽമാര പോലെ ഒരു ഇതുണ്ട്, ഷെൽഫുണ്ട്, അതിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഇത് ഞങ്ങൾ താഴത്തെ റൂം, ഇവിടെയാണ് ധ്രുവക്കുട്ടിയൊക്കെ രാവിലെയൊക്കെ കിടക്കുക. ഇവിടെയാണ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ മേലത്തെ റൂമിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് പൊടി തട്ടാനുള്ള കാര്യം, ഞാൻ തലേദിവസം ഞാൻ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ അല്ലെങ്കിൽ മാറ്റാറുള്ളത്. ഒരാഴ്ചയിൽ അങ്ങനെയൊക്കെയാണ് മാറ്റാറുള്ളത്. അത് പെട്ടെന്ന് ഇപ്പോൾ പൊടിയൊന്നും ആവാത്ത കാരണം ഞാനത് മാറ്റുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ധ്രുവക്കുട്ടിയുടെ ടോയ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജനലിൽ വയ്ക്കും. പിന്നെ ഇതാ അവൾ കളിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറിക്കിടക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കാണ്. പിന്നെ ഞാൻ കട്ടിൽ തന്നെ ബെഡ്ഷീറ്റൊക്കെ നല്ല ചുളിയാതൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പരമാവധിയൊക്കെ ഞാൻ എപ്പോഴും അത് അറേഞ്ച് ചെയ്ത് വയ്ക്കും. എന്നാലും അതൊക്കെ എങ്ങനെയൊക്കെ നാശമാവും എന്നാലും. അപ്പോൾ അത് പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ കുറച്ച് ജീൻസ് കാര്യങ്ങളൊക്കെ, ജീൻസ് നമ്മൾ എന്നൊന്നും കഴുകില്ല. അപ്പോൾ ഒരു വട്ടം ഇട്ടതാണെങ്കിൽ നമ്മൾ അവിടെ ഇടും, ഒരു 2 വട്ടമൊക്കെ ഇട്ട ശേഷമാണ് കഴുകുക. അപ്പോൾ അങ്ങനെ കുറച്ച് ജീൻസുകൾ, ചേട്ടൻ്റെ ജീൻസും എൻ്റെ ജീൻസൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴുകാനുള്ളത് ഞാൻ രണ്ടെണ്ണം. ബാക്കിയുള്ളത് ഞാൻ അവിടെ നല്ല ഭംഗിയിൽ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ ഡ്രസ്സുകൾ അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം ആയതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. അതായത് ശനിയാഴ്ച നൈറ്റാണല്ലോ. അപ്പോൾ ഞാൻ നാളത്തേക്ക് എല്ലാം തോരിടാം. അപ്പോൾ ഇന്ന് തന്നെ നൈറ്റൊക്കെ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാ ഡ്രസ്സുകളും അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ടു. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ അച്ഛൻ സാധാരണയായിട്ട് ഇവിടെയാണ് തേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അച്ഛനാണ് തേക്കുക കേട്ടോ ഡ്രസ്സൊക്കെ. അച്ഛനാണ് ഇന്നും പുറത്ത് പോകുന്നത് അതുകൊണ്ട്. അപ്പോൾ അത് ഞാനിവിടെ തേക്കാൻ വേണ്ടിയിട്ട് 2 കട്ടിയുള്ള പുതപ്പ് ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെക്കൂട്ടാണ് തേക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നും കൂടി പൊടിയൊക്കെ തട്ടി അതൊക്കെ ക്ലീൻ ചെയ്യാൻ. നമ്മളെപ്പോഴൊന്നും അവിടെ ഒന്നും അങ്ങനെ ക്ലീൻ സ്ഥലമല്ല. അപ്പോൾ വല്ലപ്പോഴുമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയിലൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവെ ഇങ്ങനെ എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതെപ്പോഴും നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയെങ്കിലും പരമാവധി ഞാൻ അങ്ങനെ അടക്കി ഒരുക്കി പറക്കി വെക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ കുറേ കാര്യങ്ങൾ അവിടെ ഇതുപോലെ ബാഗ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ്. പിന്നെ അത് ആ അൽമരയുടെ മേലെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒതുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ധ്രുവക്കുട്ടിയുടെ ട്രേ ആണ്. ധ്രുവക്കുട്ടിയുടെ മരുന്നുകൾ, അവൾ പൗഡർ, അതൊക്കെ ഞാൻ ഇട്ടേക്കുന്നത് ഇതിലാണ്. അപ്പം ആ ട്രേയിൽ ഇതുപോലെ പൗഡറും കാര്യമൊക്കെ ആയിട്ട് കുറേ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ പൊടിയൊക്കെ തട്ടി മരുന്നുകളും പൗഡറൊക്കെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ധ്രുവക്കുട്ടിയുടെ കയ്യിൽ കിട്ടിയത് അവളപ്പോൾ നശിപ്പിക്കും. എന്നാലും ഞാനത് പരമാവധി ഇതുപോലെ അറേഞ്ചൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ധ്രുവക്കുട്ടിക്ക് വേണ്ടി നമ്മളൊരു ഇലക്ട്രിക് ഫാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണത്. അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചതാണ്. പിന്നെ ധ്രുവക്കുട്ടിയുടെ ഡ്രസ്സുകൾ ഞാൻ മടക്കി വെക്കാണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബേബി ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുട വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് പിള്ളേരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധ്രുവക്കുട്ടി അതിൻ്റെ ഇടയിൽ കുറേ അലങ്കോലപ്പണികൾ ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് തുണികളൊക്കെ വലിച്ച് വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ധ്രുവക്കുട്ടിയുടെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ കുറച്ച് മാറ്റി വെച്ച് ബാക്കി ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി ഒതുക്കി വെച്ചു കേട്ടോ. ഇതുപോലെ തന്നെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. മിക്കവാറും അലങ്കോലപ്പെട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കാണ് ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്തായാലും ബാക്കിയുള്ള തുണികളൊക്കെ ഒരു കവറിലാക്കി വെച്ചു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ, നൈറ്റാണല്ലോ. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ധ്രുവക്കുട്ടിയുടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഭയങ്കര ഡാൻസറാണ്. പാട്ട് കേട്ടപ്പോൾ ഡാൻസ് സാധാരണ എല്ലാ പിള്ളേരും ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ ആ ചുമരിലൊക്കെ കാണുന്നത് ധ്രുവക്കുട്ടിയുടെ കലാവിരുതുകളാണ്. നമ്മൾ തടയാനൊന്നും പോകാറില്ല.
അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. അപ്പോൾ അതാ രാവിലെ ധ്രുക്കുട്ടി നല്ല ആക്റ്റീവായിട്ട് ഇതാ ഞാൻ ഇവിടെ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ അച്ഛനും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു. കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. കാരണം എനിക്ക് കുളിച്ച ശേഷം ഈ വക ക്ലീനിങ് പരിപാടി ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു വാരാണ്. അടിച്ചു വാരാനിടയ്ക്ക് അത് കോൺസെൻട്രേഷനിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ട്രൈപ്പോഡുമേ ഒരുത്തി വന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ വീഴുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അടിച്ചു വരേണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് കാണിക്കാൻ വേണ്ടി അഭിനയിച്ച് അടിച്ചു വരുന്നതല്ല. ഞാനത് ചെയ്യുമ്പോൾ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വരല്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ധ്രുക്കുട്ടി അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ധ്രുക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ കണ്ടപ്പോൾ ക്യാമറ നോക്കുന്നുണ്ട് കേട്ടോ ആൾ. അങ്ങനത്തെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് പിന്നെ നൈസായിട്ട് ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ധ്രുക്കുട്ടിയുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അലങ്കോലമായിട്ടിരിക്കുകയാണ്, ദിവാങ്കോട്ടും കാര്യങ്ങളൊക്കെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇതുപോലെ നൈറ്റ് ചേട്ടൻ വർക്ക് ചെയ്ത് വന്ന ശേഷം TV കണ്ട് അങ്ങനെ കിടന്നിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ദിവാങ്കോട്ടും ഇത് ഈ ബിരിയാണി ഇതുപോലെ എപ്പോഴും അലങ്കോലമായി കിടക്കും. എനിക്കാണ് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ കാണുമ്പോൾ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്നാലും അതങ്ങനെ തന്നെ പഴയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ റിമോട്ടുകൾ TVയുടെ ഇതിൻ്റെ ഒക്കെ റിമോട്ട് ഉണ്ടാവും. അതൊക്കെ വലിച്ചു വാരി കിടക്കുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ പിന്നെ ധ്രുക്കുട്ടി ടോയ്സ് വെച്ച് കളിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഓടി നടന്നുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ബാസ്ക്കറ്റിലുള്ള ടോയ്സൊക്കെ പരമാവധി അതിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതൊക്കെ വലിച്ചിടാറുള്ളതാണ്. അപ്പോൾ കുറച്ചുള്ളത് അവിടെ ഇവിടെ കിടക്കുന്ന ഞാൻ അതിൽ സെറ്റ് ചെയ്ത് തിരിച്ചു വെച്ചു. പിന്നെ ചേട്ടൻ്റെ ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് വിധി അങ്ങോട്ട് നമ്മളൊരു കവർ കണ്ടല്ലോ. ഇത് ധ്രുക്കുട്ടി ഇടയ്ക്ക് പണ്ട് നന്നായിട്ട് മൂത്രം വെച്ചിരുന്നു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കവർ വിട്ടതാണ് കേട്ടോ അതിലേക്ക് മൂത്രം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ മൂത്രം അങ്ങനെ ഒഴിക്കുന്നില്ല, വല്ലപ്പോഴൊക്കെയാണ് ഒഴിക്കുക. പക്ഷേ മറ്റേ കട്ടിൽ വന്നിരുന്ന് അങ്ങനെ ഒഴിക്കാറൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ എപ്പോഴും ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ധ്രുക്കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു ക്രേസ് എന്ന് പറയുന്നത് ഈ ചൂലാണ്. ഇപ്പോഴത്തെ ക്രേസ് ചൂല് അതുപോലെ അടിച്ചു വരാം. അപ്പോൾ അവളെക്കാളും വലിയ ചൂല് വെച്ചിട്ട് മൂപ്പരെല്ലാം അടിച്ചു വരും ഫ്രണ്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി തിരക്കിൻ്റെ ഇടയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിരക്ക് പിടിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ വക ഈ ചൂലെടുത്ത് കൊണ്ടുപോലും ശല്യപ്പെടുത്തലൊക്കെയാണ്. അപ്പോൾ അത് ചൂലെടുത്ത് മാറ്റുമ്പോൾ ഭയങ്കര കരച്ചിലും. അങ്ങനെ മൂപ്പരാളോട് പറഞ്ഞു നീ അടിച്ചു വാരിക്കോളാൻ പറഞ്ഞ് ചൂല് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവളാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരം കൊണ്ട് ഞാൻ കുറച്ചും കൂടിയും, അപ്പോൾ ഇന്നലെ ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ള കട്ടിലാണ് ഈ കിടക്കുന്നത്. പിന്നെയും അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒതുക്കി. അപ്പോൾ കട്ടിൽ വന്ന് കാണാൻ പറ്റൊരു തോർത്തൊക്കെ കേട്ടോ. ചേട്ടൻ ജോലിക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് അങ്ങനെ തന്നെ ആ തോർത്തൊക്കെ അയിമ കയറ്റി ഇടുന്നതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ അടിച്ചു വരുന്നത് ഇതുപോലെ തന്നെ ഈ 2 കട്ടിലിട്ടുള്ള റൂമാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊക്കെ നിറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇതുപോലെ അടിച്ചൊന്നും വരാറില്ല. മീൻസ് എല്ലാ ദിവസവും അങ്ങനെ വിശദീകരിച്ച് അടിച്ചു വരാനൊന്നും പറ്റില്ല. അപ്പോൾ നന്നായിട്ട് അടിച്ചു വാരന്നൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പൊടിയും കാര്യങ്ങളും ധ്രുക്കുട്ടിയും മിഠായിയുടെ ഒരു കവറും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ധ്രുക്കുട്ടിയുടെ തോർത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മടക്കിയത് അവളുടെ അലമാരയോട് വെച്ചത് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇത് ഞാൻ എടുത്തു. കാരണം ഇത് പുറത്ത് നമ്മൾ തോർത്തുകളൊക്കെ പുറത്തൊരു അടക്കിയ പോലെ ഇട്ടിട്ട് നമ്മളോട് ഇടാറുണ്ട് വർക്ക് ഏരിയയിൽ. അപ്പോൾ അവിടേക്ക് മാറ്റിയിടാനാണ്. അപ്പോൾ ഞാനത് ഇതുപോലെ തന്നെ ഈ മേശയുടെ അടിയിൽ ഇതുപോലെ കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടുത്തെ പൊടിയൊക്കെ തട്ടുകയാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹാളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് അവിടെ നിന്ന് അടിച്ചു വാരുക. അപ്പോൾ അടിച്ചു വാരിൻ്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ ഒതുക്കി കാര്യങ്ങൾ പോകട്ടാം. ഇങ്ങനെ അലങ്കോലമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അറേഞ്ച് ചെയ്തിട്ട് പോകും ഞാൻ. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുക്കളയും വേഗം അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം റഫായിട്ട് അടിച്ചിട്ട് വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ധ്രുക്കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ അടുക്കളയിലും കുറച്ച് അലങ്കോലമായി മീൻസ് അങ്ങനെ കഴുകി വെച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ഥാനങ്ങളിൽ വയ്ക്കുകയാണ്. എനിക്കിതുപോലെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നൊന്നും കാണുന്നത് അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അപ്പം അടുക്കി വെച്ചിട്ട് പോവാണ് കേട്ടോ. നമ്മൾ എത്ര അടിച്ചു വാരിയും പിന്നെയും പൊടിയും കാര്യം ഉണ്ടാവും കേട്ടോ. കാരണം ഈ സീസൺ ആയത് കാരണം തന്നെ പ്രത്യേകിച്ച് പൊടി ഭയങ്കരമായിട്ട് വരും കേട്ടോ. പിന്നെ അവിടെ റോഡ് സൈഡിൽ വീടായ കാരണം പെട്ടെന്ന് പൊടി വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ റൂമിൽ കർട്ടൻസ് ഇതുപോലെ കഴുകിയിട്ട് കുറേ ആയി. അപ്പോൾ അതുകൊണ്ട് റൂമിൽ കർട്ടൻസൊക്കെ പോയിട്ട് അഴിച്ചു. അപ്പോൾ അത് എല്ലാ കർട്ടൻസും എടുത്ത് കഴുകാൻ ടൈമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലത്തെ കർട്ടൻസ് വേഗം എടുത്ത് ഞാൻ വാഷിംഗ് മെഷീൻ ഇടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ധ്രുക്കുട്ടി ആ ടൈമായപ്പോഴേക്കും
ഇവിടെ അവളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ധ്രുവക്കുട്ടി ഒരു ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ അന്നത് ഈ നടക്കാത്ത കാരണം യൂസ് ചെയ്ത് തരുന്നില്ല, ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ മേലേക്ക് റൂമിൽ കയറി. അപ്പോൾ നമ്മൾ സാധാരണ അടിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മേലത്തെ റൂം ഞാൻ അങ്ങനെ ആഴ്ചയിൽ അങ്ങനെ എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുമില്ല. അധികം കയറാത്ത കാരണം വല്ലപ്പോഴാണ് പോയിട്ട് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ തലേദിവസം മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊന്നും ഇനി മാറ്റുന്നില്ല. പൊടിയൊക്കെ ഒന്ന് തട്ടി എടുക്കുകയാണ്. ഇത് കുട്ടിയുടെ പാൻറ്റിന് നൈറ്റ് ഉറങ്ങാൻ വേണ്ടി ഒരു പാൻറ്റ് വെക്കുന്നതാണ്. കൊതുകടി ഭയങ്കരമാണ്. അപ്പോൾ കൊതുകടി അവൾക്ക് ഭയങ്കര അലർജിക്കാണ്, എനിക്കും അതെ. അപ്പോൾ അതുകൊണ്ട് കാലം ഒന്ന് കൊതുക് കടിക്കാണ്ടിരിക്കാനാണ് ഞാൻ പാൻറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ പുതപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. പുതപ്പ് എനിക്ക് ചൂടുണ്ടെങ്കിൽ പുതപ്പ് തീരെ ഉപയോഗിക്കാറില്ല. ചേട്ടൻ എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും പുതപ്പ് വേണം. അപ്പോൾ ചേട്ടനാണ് യൂസ് ചെയ്യണം കേട്ടോ, യൂസ് ചെയ്യാതെ. പിന്നെ കർട്ടൻസ് ഒന്നും കാണാത്തത് നമ്മൾ കർട്ടൻസ് അവിടെ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അലക്കാനുള്ള ഡ്രസ്സുകളും ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ മേലെ 2 ബെഡ്റൂം അതുപോലെ തന്നെ ചെറിയൊരു ഏരിയയാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് തുടയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ജനലിൻ്റെ ഭാഗമൊക്കെ തുടച്ചത് ഞാൻ ഓൾറെഡി തുടയ്ക്കണ തുണി നന്നായി കഴുകിയിട്ടൊക്കെ ശേഷമാണ് കേട്ടോ മേലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ മേലെ തുടച്ചേട്ടോ. ഇനി തുടയ്ക്കണ വടി കൊണ്ട് അവിടെ തുടച്ചെന്ന് വിചാരിക്കേണ്ട. ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് മേലേക്ക് കയറിയത്. പിന്നെ ഇനി നിലം തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിലം തുടച്ച് തുടങ്ങി. കാരണം ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ചേട്ടനാണ് ഇവിടുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴുക്കുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. പിന്നെ തുടച്ച് വൃത്തിയാക്കി ഞാൻ പറയും ഇനിയിപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാനിവിടെ വന്ന് മേലെ വന്ന് തുടയ്ക്കാറുള്ളൂ. അടിച്ചു വാരൽ പിന്നെയും അടിച്ചു വാരും, തുടയ്ക്കലൊക്കെ വല്ലപ്പോഴും ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ധ്രുവക്കുട്ടിയുടെ 2-3 പുതിയ ഡ്രസ്സ് ഞാൻ വല്ലതെങ്കിലും പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഇതാ ചേട്ടൻ്റെ മേശയുടെ അടിയിലും കായലൊക്കെ കുറച്ച് പൊടികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അങ്ങനെ തൊടിയും മടിയും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കിനി ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും കൊണ്ട് തുടയ്ക്കണം. അപ്പോൾ ഇതാ നമ്മൾ തുടയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ റൂം ഇങ്ങനെ ആയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ട് ഞാൻ അത് ഉണങ്ങാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുള്ളൂ. പിന്നെ അടുത്ത ഏരിയയ്ക്ക് പോയി. ഇവിടുത്തെ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതൊന്നല്ല, പഴയ സോഫയാണിത്, അടിയിലുണ്ടായിരുന്നതാണ്. പുതിയത് വാങ്ങിച്ചപ്പോൾ മേലെ കൊണ്ടിട്ടതാണ്. ഇവിടെ ആരും ഇരിക്കാറൊന്നുമില്ല, ചുമ്മാ അതിവിടെ ഇട്ടൊന്നും മാത്രം ഒരു അലങ്കാരത്തിന്. ഈ ഭാഗത്ത് ഞാൻ ധ്രുവക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് തുടച്ചെടുത്തു. ഇത് അവിടെ ഇരിക്കുന്ന ഒരു ചെയർ പോലത്തേത് ചേട്ടൻ്റെ ഓൺലൈനിൽ വാങ്ങിച്ചാൽ അട്ടത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം യൂസ് ചെയ്യാറില്ല സാധനം. പിന്നെ ഇതാ ഇനി സ്റ്റെയർ കേസ് ലാസ്റ്റ് അമ്മയുടെ അച്ഛൻ്റെ റൂമുണ്ട് മേലെ, അതൊക്കെ തുടച്ച ശേഷം സ്റ്റെയർ കേസ് തുടച്ചു വൃത്തിയാക്കി കേട്ടോ. അന്നത്തെ ക്ലീനിങ് അവിടെ നിർത്തിയിട്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു, ധ്രുവക്കുട്ടിയും കൊണ്ട് പാർക്കിലേക്കും ഫിലിമിനൊക്കെ പോയിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അടുത്ത ആഴ്ച ചെയ്യാം. എന്താ പറയുക, പുറത്ത് പോകുന്നത് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം പണിയൊക്കെ അവിടെ ഞാൻ നിർത്തി. ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്നഗ്ഗി കത്തിക്കൽ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അവിടെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അടുത്ത ആഴ്ചയ്ക്ക്. ഇപ്പോൾ ധ്രുവക്കുട്ടീനെ അതാ പാർക്കിലൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക്, കുട്ടികൾ അത്രയും കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുടയുള്ള പാർക്കിലാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഫിലിമിന് ഒരു 6:30ക്കാണ് നമ്മൾ സൂക്ഷ്മദർശിനി മൂവിക്കാണ് പോയത്. അപ്പോൾ 6:30ക്കായിരുന്നു മൂവി. അപ്പോൾ അതുവരെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് അങ്ങോട്ട് വന്നത് കേട്ടോ. ധ്രുവക്കുട്ടിക്കൊന്നും പോകാനൊട്ടുണ്ടായിരുന്നില്ല. ധ്രുവക്കുട്ടി മണ്ണൊക്കെ കണ്ടിട്ട് അത് കഴിട്ട് വാരി കളികളൊക്കെയായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.